അപ്പോൾ മറ്റ് ബാക്ടീരിയൽ ഡിസീസുകൾക്ക് എക്സാമ്പിളാണ് ഇനി ഡിസെൻട്രി, പ്ലേഗ് ആൻഡ് ഡിഫ്തീരിയ. സോ ഡിസെൻട്രി എന്ന് പറഞ്ഞതും ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇതിനെ ഡയേറിയ എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. സോ ഡിസെൻട്രിക്ക് കാരണക്കാരനായിട്ടുള്ള ആ ബാക്ടീരിയ എന്ന് പറയുന്നത് ഷിജല്ല എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് മെജോറിറ്റി ഡിസെൻട്രിക്ക് കാരണക്കാരൻ. അതുപോലെ എൻഡമീബ ആ ടൈപ്പ് ബാക്ടീരിയകളും ഇതുണ്ടാകാറുണ്ട്. അതുപോലെ സാൽമണല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും മേജറായിട്ട് പറയുന്നത് ഷിജല്ല. ഇനി ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ, ഫുഡിലൂടെയും വാട്ടറിലൂടെയും, അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് ഈ ഡിസെൻട്രി സ്പ്രെഡ് ചെയ്യണത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡസ്റ്റൈനിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇൻഡസ്റ്റൈൻ ഇൻഫ്ലമേഷൻ, അത് സ്വെല്ലിങ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ഇൻഡസ്റ്റൈൻ അതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം. പിന്നെ ചില സമയത്ത് ഇത് ഭയങ്കര സീരിയസ് ആയി ബ്ലഡി ഡയേറിയ. സോ ബ്ലഡോട് കൂടിയുള്ള ഡയേറിയ സംഭവിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, അബ്ഡോമിനൽ പെയിൻ, ഡീഹൈഡ്രേഷൻ. ഒരുപാട് വട്ടം ഈ ഡിസെൻട്രി സംഭവിക്കുകയാണെങ്കിൽ അത് വാട്ടർ ലോസ് വഴി ഡീഹൈഡ്രേഷനിലേക്കും ലീഡ് ചെയ്യും. പിന്നെയുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസാണ് പ്ലേഗ്. പ്ലേഗ് എന്ന് പറഞ്ഞാൽ വിഷപ്പനി എന്നൊക്കെ പറയും. സോ പ്ലേഗ് പരത്തുന്നത് ഫ്ലിയാസ് എന്ന് പറഞ്ഞിട്ടാണ്. ഫ്ലിയകളാണ്, ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളാണ് ഈ ഫ്ലിയ. സോ ആ ഇതിൻ്റെ കാരണക്കാരായ ബാക്ടീരിയ യെർസീനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് പ്ലേഗ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതൊരു വെക്ടറാണ് ബൈ ഫ്ലിയ. സോ യെർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് കോസറ്റീവായിട്ടുള്ള ബാക്ടീരിയ ത്രൂ ഫ്ലിയ. ഇനി ഇൻഫെക്റ്റഡ് ഫ്ലിയേഴ്സിലൂടെ ഈ പറഞ്ഞ ഹെൽത്തി പേഴ്സണിന് കിട്ടും, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ആനിമലിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും കിട്ടും. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, വീക്ക്നെസ്, ഹെഡേക്ക് ഒക്കെ അതിൻ്റെ സിംറ്റംസ് ആണ്. അതുപോലെ ലിംഫ് നോഡിൽ സ്വെല്ലിങ്, അതാണ് അതിൻ്റെ ഒരു മെയിൻ ലക്ഷണം. ലിംഫ് നോഡുകളൊക്കെ സ്വെല്ലാവാൻ തുടങ്ങും. ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഡസ്റ്റൈൻ ഇൻഫ്ലമേഷൻ ആണ് ഡിസെൻട്രി. ഇവിടെയാണെങ്കിൽ ലിംഫ് നോഡിൻ്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആണ് പ്ലേഗ്. അടുത്ത ബാക്ടീരിയൽ ഡിസീസാണ് ഡിഫ്തീരിയ. സോ ഡിഫ്തീരിയയുടെ കോസറ്റീവ് പാത്തജൻ എന്ന് പറയുന്നത് ബാക്ടീരിയം കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ. ആ ബാക്ടീരിയത്തിൻ്റെ പേരാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ. അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നോസ്, ത്രോട്ട്, അവിടെയൊക്കെയാണ്, നോസിലും ത്രോട്ടിലൊക്കെയാണ് എഫക്റ്റ് ചെയ്യണം. ഇനി സ്പ്രെഡ് ചെയ്യണത് ഇവരുടെ നിന്ന് വരുന്ന ആ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് വരുന്ന റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സുകൾ ഡയറക്റ്റ് എയറിലൂടെ വരികയാണെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെ ഈ ഡിസീസ് പകരും. അതുപോലെ ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് അവരുടെ ആ ഡ്രോപ്ലെറ്റ്സ് ഡയറക്റ്റ് കഫിലൂടെയും സ്നീസിലൂടെയും ഈവൻ സലൈവയിലൂടെയും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. ഇനി അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അതിൽ ഒരു സോർ ത്രോട്ട്, ഭയങ്കര തൊണ്ടയ്ക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരിക്കും, സോർ ത്രോട്ട് ആയിരിക്കും, ഫീവർ, കഫ്, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. സോ ഡിസെൻട്രി, പ്ലേഗ് ആൻഡ് ഡിഫ്തീരിയ ഇത് മൂന്നും ബാക്ടീരിയൽ ഡിസീസ് തന്നെയാണ്.